കടലമാവ് ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു അര കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആദ്യം ഒന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. ഇത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് തിളച്ച് വരുമ്പോൾ ഇത് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അര കപ്പ് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കടലമാവ് ചേർത്ത് നന്നായിട്ട് വറുത്ത് എടുക്കണം. ഇപ്പോൾ പഞ്ചസാര വെള്ളം നന്നായിട്ട് അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അര കപ്പ് നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇത് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് കടലമാവ് ചേർത്ത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ചേർക്കുന്ന സമയത്തുള്ള ഒരു പച്ച മണം മാറിയിട്ട് നല്ലൊരു മണം വന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര അലിയിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ടൊരു മണം വന്ന് തുടങ്ങുമ്പോഴാണ് ഇതിലേക്ക് പഞ്ചസാര വെള്ളം ചേർക്കേണ്ടത്. ഇതിലേക്ക് അവസാനം കുറച്ച് ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് നുറുക്കി വെച്ചിരിക്കുന്നത്, ഇതിലേക്ക് ആദ്യം ഒരു അര കപ്പ് നെയ്യ് ചേർത്തിട്ടുണ്ട്. അവസാനം 1 സ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് പാനിൽ നിന്ന് ഉരുണ്ട് വരുന്ന പാകത്തിനാണ് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടത്. ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രം നെയ്യ് തടവി എടുത്ത് വയ്ക്കാം. ഇപ്പോൾ കളറ് ചെറുതായിട്ട് നന്നായിട്ട് മാറി വന്ന് നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ വെള്ളം നന്നായിട്ട് വറ്റി ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം വരെ ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു 2 മണിക്കൂർ ഒന്നും വേണ്ടാത്ത ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഹൽവയാണ്. ഇത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് ഉരുണ്ട് വരുന്ന പാകമാവുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊരു ബോൾ പോലെ ആയി കിട്ടും. ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും വറുത്ത അണ്ടിപ്പരിപ്പും 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. കടലമാവ് നെയ്യിൽ വറുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ പഞ്ചസാര വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലതായിട്ട് ഇത് വെന്ത് കിട്ടും. റെഡിയായിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും വറുത്ത അണ്ടിപ്പരിപ്പും ചേർക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് എല്ലായിടത്തും ഒന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് ചൂട് മാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരല്പസമയം മാറ്റി വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായിട്ട്
മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ചൂട് കുറയാനായി മാറ്റി വയ്ക്കാം.